ദ്വിതീയാക്ഷര പ്രാസവാദം. കേരളവർമ്മയുഗത്തിൽ മലയാള സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സാഹിത്യ സംവാദമാണ് ദ്വിതീയാക്ഷര പ്രാസം. മലയാളത്തിൽ സാഹിത്യ സംബന്ധമായി നടന്ന ആദ്യത്തെ ചർച്ചയും ഇതാണ്. വെറും ചർച്ചയല്ല, സാഹിത്യത്തിൻ്റെ രൂപഭാവങ്ങൾ ആസ്പദമാക്കി നടന്ന വിമർശനപരമായ സംവാദം. ഇത് പിൽക്കാലത്ത് സാഹിത്യത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധപൂർവമായ ആലോചനയ്ക്ക് വഴിതെളിക്കുകയും ചെയ്തു. രണ്ട് സാഹിത്യ നായകന്മാർ രണ്ടു ചേരിയിൽ നിന്ന് ഈ സാഹിത്യ സംവാദത്തിന് നേതൃത്വം കൊടുത്തു. വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും. മലയാള സാഹിത്യത്തിൻ്റെ ആധുനിക പുരോഗതിയുടെ മാർഗദർശകൻ എന്ന നിലയിൽ സർവ്വാദരണീയനാണ് വലിയ കോയി തമ്പുരാൻ. ആ നിലയിൽ സാഹിത്യത്തിൻ്റെ നേതൃത്വം തമ്പുരാനായിരുന്നു. കോയി തമ്പുരാൻ്റെ അഭിപ്രായത്തിൽ ദ്വിതീയാക്ഷര പ്രാസത്തോടു കൂടിയ കവിത മാത്രമേ ചമൽക്കാരപൂർണവും ആഹ്ലാദകരവും ആയിത്തീരൂ. ശബ്ദാലങ്കാരത്തിനായിരിക്കണം കവിതയിൽ പ്രാധാന്യം. രൂപഭംഗിയില്ലെങ്കിൽ കവിത ആസ്വാദ്യകരമല്ല. കേരള കാളിദാസൻ്റെ വാദത്തെ അംഗീകരിക്കാൻ AR തയ്യാറായില്ല. രസാത്മകമായ കവിത രചിക്കുന്നതിന് പ്രാസം മുറുകെ പിടിക്കേണ്ടതില്ലെന്നാണ് കേരള പാണിനിയുടെ അഭിപ്രായം. ശബ്ദത്തിനല്ല, അർത്ഥത്തിനാണ് പ്രാധാന്യം. എന്നാൽ അർത്ഥത്തിന് കോട്ടം വരാതെ ശബ്ദഭംഗി സ്വാഭാവികമായി ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ശബ്ദത്തിനു വേണ്ടി അർത്ഥം ബലി കഴിക്കുന്നത് ക്ഷന്തവ്യമല്ല. ശബ്ദാടോപവും പാണ്ഡിത്യ പ്രകടനവും കവിതയുടെ സ്വാഭാവിക ചൈതന്യം ഇല്ലാതാക്കും. ശബ്ദഭ്രമം കവിത നിർജീവമാക്കും. ചുരുക്കത്തിൽ വലിയ കോയി തമ്പുരാൻ രൂപശില്പത്തിലും AR ഭാവശില്പത്തിലും ഊന്നി. അഭിപ്രായ വ്യത്യാസങ്ങൾ മുറുകി. അന്നത്തെ കവികൾ രണ്ടു ചേരികളായി അണിനിരന്നു. ഭാഷാപോഷിണി, മനോരമ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ അഭിപ്രായ സംഘടനകളുടെ രംഗവേദികളായി മാറി. 1907 തിരുവനന്തപുരത്ത് മഹാരാജ കലാലയത്തിൽ, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ KC കേശവപിള്ള മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചു. ഇതോടെ സാഹിത്യാന്തരീക്ഷം പ്രക്ഷുബ്ധമായി. ഉള്ളൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ തുടങ്ങിയവർ വലിയ കോയി തമ്പുരാൻ പക്ഷത്തും KC കേശവപിള്ള, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി മുതലായവർ ARൻ്റെ പക്ഷത്തും ചേർന്നു. കാവ്യരചനയും വാദകോലാഹലങ്ങളും അനുസ്യൂതം തുടർന്നു. ബന്ധുത്വം വിസ്മരിച്ചു. ഇണങ്ങി നിന്നവർ പിണങ്ങി. ദ്വിതീയാക്ഷര പ്രാസദീക്ഷ കൂടാതെ AR മേഘസന്ദേശം വിവർത്തനം ചെയ്തു. ഈ മാർഗം പിന്തുടർന്ന് KC കേശവപിള്ള കേശവീയം എഴുതി. രണ്ടു കാവ്യങ്ങളും സഹൃദയരെ ആകർഷിച്ചു. പ്രാസവാദം സമനില തെറ്റുന്ന ഘട്ടം വന്നപ്പോൾ ഒത്തുതീർപ്പുണ്ടായി. നിരർത്ഥക പദപ്രയോഗം കൂടാതെ പ്രാസം പ്രയോഗിക്കാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. പ്രാസനിഷ്ഠയില്ലാതെ ഉത്തമ കവിതകൾ രചിക്കാൻ കഴിയുന്നെങ്കിൽ അതും സ്വാഗതാർഹം. AR പ്രാസസംവാദത്തിന് വിരാമമിട്ടത് ഇപ്രകാരമാണ്. വേഷഭൂഷാദികളെല്ലാം നിത്യമെന്ന പോലെ പരിഷ്കരിച്ചു വരുന്ന ഇക്കാലത്തിൽ മലയാളികൾ സ്വന്തം സമ്പ്രദായം ഉപേക്ഷിച്ച് യൂറോപ്യന്മാരുടെ വേഷം സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളതിനാൽ അവരുടെ കവിതാരീതിയിലും പുതിയ മാതിരികൾ ആരംഭിക്കുന്നത് കാലഗതിക്ക് ഉചിതം തന്നെ എന്ന് സമ്മതിക്കുന്നതിനും വിരോധമില്ല. നാട്ടുനടപ്പുപേക്ഷിക്കുന്നത് ശരിയല്ലെന്നും കഴിയുന്നതും അതിനെ പൂർത്തിയായി അനുസരിക്കണമെന്നും ഉള്ള അഭിപ്രായത്തിൻ്റെ പേരിലാണ് എൻ്റെ ഗുരുവായ മാതുലപാദർ ദ്വിതീയാക്ഷര പ്രാസവാദത്തിൽ സ്വരവ്യഞ്ജനൈക്യരൂപം ചെയ്യാൻ തുടങ്ങിയത്. കേശവപിള്ള പ്രഭൃതികൾക്ക് പരിഷ്കാരികളാകാൻ പരിഭ്രമമാണെങ്കിൽ പ്രകൃതപ്രാസത്തെ അവർ നിശ്ശേഷം ഉപേക്ഷിച്ചു കൊള്ളട്ടെ. പരമേശ്വരയ്യർ മുതൽ പേർക്കും ഈ പ്രാസം രസിക്കുന്നതായാൽ
അവർ അതിനെ ഈ മട്ടി തന്നെ ഉപയോഗിച്ചു കൊള്ളുകയും ചെയ്യട്ടെ. ദ്വിതീയാക്ഷരപ്രാസമില്ലാത്ത പദ്യം എത്ര തന്നെ സരസമായിരുന്നാലും ഭാഷാ ശ്ലോകമല്ല എന്ന് ഒരു കൂട്ടർ ശഠിക്കുകയും ധ്വന്യധ്വനീനന്മാർക്ക് രസിക്കത്തക്ക ചമൽക്കാരമൊന്നുമില്ലെങ്കിലും ദ്വിതീയാക്ഷര പ്രാസാലങ്കൃതവും ശ്രാവ്യവുമായ പദ്യത്തെ നാൽക്കാലി എന്നു മറുകക്ഷികൾ അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് ആവശ്യമില്ല. ഈ മധ്യസ്ഥ നിർദ്ദേശം വലിയ കോയിത്തമ്പുരാൻ അംഗീകരിച്ചതോടെ പ്രാസവാദ കോലാഹലത്തിന് തിരശ്ശീല വീണു. ഇതനുസരിച്ച് കേരളവർമ്മ ഒരു കൃതി രചിച്ചു, ദൈവയോഗം. ദ്വിതീയാക്ഷര പ്രാസവാദം, സാഹിത്യത്തിൻ്റെ പൊതുസ്വഭാവം, രചനാസങ്കേതം, പ്രതിപാദ്യം, ലക്ഷ്യം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ സാഹിത്യകാരന്മാരെ പ്രേരിപ്പിച്ചു. ഇതിൻ്റെ ഗുണകരമായ പ്രതിഫലനം ആദ്യം കാണുന്നത് കുമാരനാശാൻ്റെ കവിതകളിലാണ്. ഇവിടെ ഉയർന്ന ആശയങ്ങൾ പിൽക്കാലത്ത് സാഹിത്യ നിരൂപണത്തിലും പ്രതിഫലിച്ചു. സാഹിത്യത്തെ കേവലം വിനോദോപാധിയാക്കുക എന്ന നാടുവാഴിത്ത കാവ്യസങ്കല്പം പിഴുതെറിയാൻ ക്രമേണ ഈ ആശയസംഘർഷം വഴിയൊരുക്കുകയും ചെയ്തു. 1940കളിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ മുഴങ്ങിക്കേട്ട രൂപഭാവപരമായ ആശയസംവാദം ഒരു പരിധിവരെ ദ്വിതീയാക്ഷര പ്രാസവാദത്തിൻ്റെ തുടർച്ചയായി കരുതാം.